ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയുമോ? കപ്പയും കക്ക ഇറച്ചിയും കൂടെ ഒന്നിച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വായോ. ഈ കപ്പയെല്ലാം തൊണ്ട് വിളിച്ച് കൊത്തിയെടുക്കണം. കക്ക ഇറച്ചി എല്ലാം നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുക്കണം. ഈ 2 പണിയും കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ നുള്ളി പറിച്ച് കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതൊരു മൺചട്ടിയിലോട്ട് ഇടുക. ആദ്യം നമുക്ക് കക്ക ഇറച്ചി വേവിക്കണം. എല്ലും കപ്പയും വേവിക്കുന്ന പോലെ തന്നെ എല്ല് നമ്മൾ ആദ്യം വേവിക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് കക്ക ഇറച്ചി ഒന്ന് വേവിക്കണം. പിന്നെ നമുക്ക് കപ്പ, പിന്നെ ഇച്ചിരി വറുത്ത അരപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കക്ക ഇറച്ചി ഒന്ന് മൺചട്ടിയിലോട്ട് ഇടാം. 1 കിലോയോളം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഓക്കെ. ഇതാ ഒരു സവോളയും, ചെറിയൊരു സവോളയും ഒരു 4-5 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞത് അങ്ങോട്ട് ചേർത്തു. 2 പച്ചമുളക് മുറിച്ചിട്ടത് അങ്ങോട്ട് ചേർത്തു. അതിലേക്ക് ഒരു തക്കാളി, കണ്ടോ, ഒരു തക്കാളി മുറിച്ചതും ചേർത്തു. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് 1 സ്പൂൺ ഉണ്ട് കേട്ടോ, അതും കൂടെ ചേർത്തു. എരിവ് നോക്കിയിട്ടൊക്കെ ചേർക്കുക. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മസാലയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പിന്നീട് പറയാം. ഓക്കെ. അത് ഇട്ടു, 1 സ്പൂൺ ഇട്ടു. കുറച്ച് കുരുമുളക് പൊടി, അതും ഒരു 1/2 സ്പൂൺ ഇട്ടു. ലാസ്റ്റ് നമുക്ക് ഇനിയും ചേർക്കാം. ഗരം മസാല അതുപോലെ തന്നെ 1 സ്പൂൺ ഇട്ടു. പാകത്തിന് ഉപ്പിട്ടു. പാകത്തിന് ഇട്ടാൽ മതി. ഓക്കെ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം. 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു. കക്ക ഇറച്ചി ഇതെല്ലാം കളഞ്ഞിട്ട്, അതിൻ്റെ ആ നുള്ളിക്കളയാനുള്ളതൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി ഇങ്ങനെ നല്ലപോലെ എന്താ പറയുക, പിഴിഞ്ഞെടുത്താണ് കേട്ടോ. അതുകൊണ്ട് ജലാംശം ഒട്ടും ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണം കേട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കണം. സ്റ്റൗ ഒക്കെ ഓണാക്കാം. മൂടി വെച്ച് വേവിക്കാം. ലാസ്റ്റായി പോയി ഇടാൻ മറന്നുപോയതാണേ. അത് ഭയങ്കര നിർബന്ധമുള്ള സാധനം കേട്ടോ ഗ്യാസിന്. 1.5 കിലോ കപ്പ നമ്മൾ കൊത്തി അരിഞ്ഞ് കുക്കറിലിട്ടെ. വേവ് 100 കപ്പയാ കേട്ടോ. ഒറ്റ വിസിൽ മതിയേ. കപ്പയ്ക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. കറിവേപ്പില ആരോ എന്നോട് ഇടരുതെന്ന് പറഞ്ഞ് കുക്കറിനകത്ത്, അതിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക് മതി. വെന്തോട്ടെ. മൂടി വെച്ച് വേവിക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്യാം. കപ്പയൊന്ന് വെന്തോട്ടെ. ചില ആൾക്കാർ പറയുവേ കക്ക ഇറച്ചി നന്നായിട്ട് വേഗണം എന്ന് പറയും. ചിലർ പറയും ആവിയിൽ ഇത് പുഴുങ്ങിയെടുക്കുന്നതല്ലേ, അതുകൊണ്ട് അധികം വേഗണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ ആവി കയറ്റിയാൽ മതി. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, നിങ്ങളൊന്ന് അഭിപ്രായം പറയാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഗ്യാസൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ വേഗണ്ടേ, അതോ ഈ ഒരൊറ്റ ബോയിൽ മതിയോ? ഞാൻ സാധാരണ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കുക ചെയ്യാറ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചതെന്നറിയോ, കപ്പ ബിരിയാണി അല്ലേ, ഒരു ഇച്ചിരി ഇത് വേണ്ടേ, ഒത്തിരി ഡ്രൈ ആവാതെ. അപ്പം അതുകൊണ്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് തട്ടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നോക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ആയിട്ടില്ല, ഇനിയുണ്ട്. വെന്തോട്ടെ. ഇതാ നമ്മുടെ കക്ക ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തങ്ങ് മാറ്റാവേ. നമ്മൾ വേറൊരു പാൻ എടുത്ത് അടുപ്പ് വെച്ച് ഈ സമയം കൊണ്ടേ നമ്മൾ തേങ്ങ ഒന്ന് വറക്കും കേട്ടോ. ഇതാ 1 തേങ്ങ എടുത്തേക്കുന്നേ. ഈ തേങ്ങ അങ്ങോട്ട് വറക്കണം. പൊടികളൊക്കെ ലാസ്റ്റ്. എണ്ണ നമുക്കേ ഇതൊന്ന് ചെറുതായിട്ട് ആ ജലാംശം വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമുക്കേ 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കണേ. 2-3 ചെറിയുള്ളിയും കൂടെ അരിഞ്ഞു കൊടുക്കാം. ഇച്ചിരി എണ്ണ ഇനി ഒഴിച്ചു കൊടുക്കാം. കുറച്ചെണ്ണ. ഇനിയില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ പേസ്റ്റ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്ന് ഇട്ട് കൊടുത്തേക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞത് ഇടണ്ടേ, പക്ഷെ ഞാനിങ്ങനെ ചതച്ചത് ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങ് ഇട്ട് കൊടുത്താൽ കേട്ടോ. തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. ഇനി നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, കാശ്മീരി ചില്ലി മാത്രമാണ് ഞാൻ ഇതിനെല്ലാം ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സ്പെഷ്യൽ മസാല. റെസിപ്പി പുറകെ വരും.
ഇത് നമ്മുടെ ഗരം മസാല, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. എരിവ് നിങ്ങളുടെ പാകത്തിന് ചേർക്കാവുള്ളൂ. ഇതിനകത്ത് കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കണക്കല്ലേ നമ്മൾ ഇടുന്നത്. നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ അങ്ങനെ തന്നെ ഇടുക കേട്ടോ. ഇനി ഇത് ഞാൻ അരയ്ക്കുന്നില്ല കേട്ടോ, അരയ്ക്കാതെ നമ്മൾ ഇത് ഇടുകയാണേ. അപ്പം തേങ്ങ വറുത്തത് നമ്മുടെ മിക്സ് പൊടിയൊക്കെ ഒന്ന് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടാണേ, പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമുക്കിനി മിക്സിംഗ് ആണ് കേട്ടോ. ഇതാ നമ്മുടെ കപ്പ ഇട്ട് കൊടുത്തു, ഊറ്റി വെച്ചിരുന്ന് നമ്മുടെ കപ്പ ഇട്ടു. ഇതൊന്ന് ഉടച്ചേക്കാവേ. റെഡി. ഇനി നമുക്ക് കപ്പയ്ക്കകത്തോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. അരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ വറുത്തിടുന്നതാണ് അതിൻ്റെ ഒരു രസം. കുറച്ച് കറിവേപ്പില. ഇനി നമ്മുടെ കക്ക ഇറച്ചി. കപ്പ കുറവും കക്ക ഇറച്ചി കൂടുതലും വേണം കേട്ടോ. ബാക്കി നമ്മുടെ മസാല, നമ്മുടെ തേങ്ങ വറുത്തതും കൂടെ ഇട്ടു. കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്. ഒന്ന് മൂടി വെക്കുക, 2 മിനിറ്റ് ഒന്ന് ആവി കയറിക്കോട്ടെ. ഇനി നമുക്ക് നമ്മുടെ കക്ക ഇറച്ചി കപ്പ ബിരിയാണി ഒന്ന് ഇളക്കണ്ടേ. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അടിയിന്ന് മറിച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ. കപ്പയെല്ലാം നമ്മൾ മിക്സ് ചെയ്തു. ദാ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. കിട്ടിയില്ലേ? ടേസ്റ്റ് നോക്കാം. നല്ല ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.